പറഞ്ഞു കൊടുക്കണോ. കുറച്ച് ദിവസങ്ങളായി ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളാണല്ലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞു തൊലയെണ്ണ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ദിയ കൃഷ്ണയുടെ സംരംഭമായ ഓബയോജി എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമറിന്റെ ദുരനുഭവം ലൈഫ് ഓഫ് അനന്ത് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ പുറത്തു കൊണ്ടുവരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായി മാറുന്നു. പിന്നീട് ആ വിഷയം ചർച്ച ചെയ്തവരെയും ആ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞവരെയും കംപ്ലൈന്റ് ചെയ്ത കസ്റ്റമറെയും എല്ലാം പരിഹസിച്ചുകൊണ്ട് ദിയ എന്താകുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളൊരു ആണെന്ന് വിളിക്കാൻ പറ്റും? ഹൗ കൻ യു കോൾ യുവർസെൽഫ് എ മാൻ ഇഫ് യു ടോക്ക് ലൈക്ക് ദിസ് അബൌട്ട് എ വുമൺ? ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? എന്നാ പിന്നെ ഞാൻ മറ്റേത് ക്ലെയിമർ ഇട്ട് നിങ്ങൾ അങ്ങ് സേഫ് ആയി എന്ന് നിങ്ങൾ വിചാരിച്ചു. അത് അൺബിലീവബിൾ. ഒരാളെ ഇട്ട് നിങ്ങൾ ദ്രോഹിക്കുന്നുണ്ടല്ലോ, ഒരു 3-4 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് കയറി വരുന്നവരാ. ആ പാവം ഇരുന്ന് കരയുന്നത് കണ്ടോ? മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അമ്മായി ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. എന്തൊരനുസരണം. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് അങ്ങനെ അവന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ കാര്യം വിളിച്ചു പറഞ്ഞ് അങ്ങോട്ട് ഉടനെ ഒരു 4 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ അവന്റെ വീട്ടിൽ കുറച്ച് പോലീസുകാർ വന്നു. ഈടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് പണമുള്ളവര് പറയുന്നതാണ് സത്യം, അവര് പറയുന്നതാണ് ന്യായം. നമ്മുടെ കോടതി കയറിനെ പോലും കാശുള്ളവനെ പറ്റൂ. അപ്പൊ പിന്നെ ഇവിടുത്തെ മന്ത്രിമാരും നമ്മൾ പോലീസുകാരും എല്ലാം മുതലാളിമാരുടെ കൂടെ നിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഈ കഴിവറവന് മാത്രം എത്ര ഹുങ്ക്. അവര് പറഞ്ഞത് ഈ ഒരു ഇഷ്യൂ നമുക്ക് അധികം വഷളായി കൊണ്ടുപോകണ്ട, ഇതിവിടെ തീരുന്നെങ്കിൽ തീരട്ടെ, ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഈ പോലീസുകാരുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? ഇനിയാണ് ഞങ്ങളുടെ കഥ തുടങ്ങാൻ പോണത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബ് എടുത്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓസി ഇന്നലെ ഇട്ടൊരു വീഡിയോ ട്രെൻഡിങ് വൺ ആൻഡ് ഐ ആം ലൈക്ക് ഓ ഇപ്പൊ ഇങ്ങനെയും പൊങ്ങച്ച പറയുന്നു ഒരുത്തെ. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ. ഇപ്പൊ ഓസിയുടെ എന്തോ കുറിച്ചിട്ട് എന്തോ അവളുടെ ഓസിയുടെ ജ്വല്ലറി വാങ്ങിച്ചതിന്റെ ഇഷ്യൂ ഏതോ ഒരു ലേഡി വന്ന് എന്തോ പറഞ്ഞു. പിള്ളേര് ഡൗൺലോഡ് ചെയ്ത് സിനിമ കാണുന്ന കാലമാ ഇതവരെ കണ്ടാലേ എന്നെ കൂവി കോണോടുപ്പി. അതിനെ കുറിച്ച് പിന്നെ അങ്ങോട്ട് വഴിയെ പോണ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ വന്ന് അവരവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവരവരുടെ കുറെ വീഡിയോസ് എടുത്തിട്ടു. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. അതിനെ ഓസി പ്രതികരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ ഓസി ഇട്ടത്. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന ഓസി മൈൻഡ് ചെയ്യില്ലേ, ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ ജീവിക്കാൻ അവർക്ക് ജീവിക്കണ്ടേ? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. 60 കഴിഞ്ഞ പിന്നെ അത്തം പിത്തോന്നല്ലേ. സോ അവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും 4 പേര് അറിയുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് അവരുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ മറ്റവരെന്ത് പറഞ്ഞു, ഇവർ ആരെങ്കിലും റിയാക്ട് ചെയ്തെങ്കിൽ എന്താണ്, പിന്നെ അതാണ് ഇതാണ് അങ്ങനെ കുറച്ച് എടുത്തിട്ട് അവരൊക്കെ ഒരു 1/2 മണിക്കൂർ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് കിട്ടുമ്പോൾ അത് വെച്ച് വീഡിയോ ഉണ്ടാക്കി ജീവിക്കുന്നവർ. അതൊക്കെ അവർക്ക് കഴിവുണ്ടായിട്ടാ. വയസ്സുകാലത്ത് അസൂയക്ക് ഒരു കുറവില്ല. യൂട്യൂബില് ട്രെൻഡിങ് ആയി വന്ന ആളല്ലേ? അല്ല ഇതാര്? എന്റെ കൃഷ്ണന്റെ റുക്മണി തരിയോ? നിന്നെക്കാണ് എത്ര പേരാ ജീവിച്ചു പോണത്. പിന്നെ ആള് സാറാട്ടാ ഈ ഒറ്റ സംഭവത്തോടുകൂടെ. ഓസിയുടെ പ്രോഡക്ട്സ് എക്സലന്റ് പ്രോഡക്ട്സ് ആണ് കേട്ടോ, റിയലി ഗുഡ് പ്രോഡക്ട്സ്. 2 ദിവസം മുമ്പും ഹൻസു ഇവിടെ ഒരു ആ വീഡിയോ ഇട്ടോ, ആ കോളേജിൽ കഴിഞ്ഞ ആഴ്ച ഇട്ടുണ്ടല്ലോ ഗ്രീൻ സാരിയ, അന്നും ഹൻസു ഇട്ട ഓസിയുടെ ഒരു പഴയ ഓസിയുടെ മാല. ഇതിനിടെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട, അതിനിടെ കൂടെ അഡ്ജസ്റ്റ്. എത്രയോ വർഷമായിട്ട് ഇട്ടിരിക്കണം മാല. അത് ഓസി എടുത്ത് ഹൻസു ഇട്ടപ്പോഴും ആലോചിച്ചോ ഓസിയുടെ മാല ഒന്നും പറ്റിയില്ലല്ലോ, നന്നായിട്ട് ഇരിക്കുവാണല്ലോ, നല്ല ക്വാളിറ്റി ആണല്ലോ, ഒന്നിനത്ര വില പോലും ഇല്ലായിരുന്നു ആ പ്രോഡക്റ്റ്. പക്ഷെ ഒരു കളർ മാറുകയോ കല്ലിന്റെ കളർ ഫീഡ് ആവുകയോ അല്ലെങ്കിൽ ഒരു കല്ലിളകിയപ്പോ ഒന്നും ചെയ്തപ്പോ ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.